Hey guys, welcome to a പുതിയ എപ്പിസോഡ് ഓഫ് കുക്ക് വിത്ത് കാർത്തിക് സൂര്യ. നേരത്തെ ഇത് കുക്ക് വിത്ത് അമ്മയായിരുന്നു, ഇന്ന് നമ്മൾ അത് മാറ്റി പിടിച്ചേക്കാണ് ഗൈസ്. ഇന്ന് കുക്ക് വിത്ത് ഉമ്മയാണ്. അതെ, ഷാസിൻ്റെയും സനുബ്രോയുടെയും ഉമ്മയുടെ ഏറ്റവും ക്രിട്ടിക്കൽ സ്പെഷ്യൽ റെസിപ്പികളിലൊന്നായ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നമ്മുടെ വ്ളോഗിലൂടെ ഇന്ന് നമ്മുടെ ഓഡിയൻസിന് തരാം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ഉമ്മ അടുക്കളയിൽ. ഒരൊറ്റ കാര്യം എടുത്ത് ചോദിച്ചോളൂ, ഉമ്മയുടെ ഫേസ് കാണിക്കാതെ ഈ വ്ളോഗ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഏറ്റുമ്മ റെസിപ്പി മാത്രം, പിന്നെ കുറച്ച് ഉമ്മയുടെ സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ വ്ളോഗ് സെറ്റ് ആവുമെന്ന്. അങ്ങനെ നമ്മുടെ ചാനൽ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ ഈ ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ട്രിവാൻഡ്രം സ്റ്റൈൽ ഒറട്ടി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു തിക്കായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു സാധനമാണ്, അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ കോംബോ ആയ തിരുവനന്തപുരം സ്റ്റൈൽ പരിപ്പ് കറിയും ഇന്ന് നമ്മൾ ഇവിടെ റെഡിയാക്കുന്നതായിരിക്കും. ക്യാമറയുടെ പിറകിൽ ഇന്ന് എൻ്റെ സ്വന്തം വർഷയാണ്. ഹായ് കൊടുക്കൂ വർഷേ. അതിൻ്റെയും പിറകിൽ എൻ്റെ സ്വന്തം സനുബ്രോയാണ്. സനുബ്രോ അസിസ്റ്റന്റിന്റെ അസിസ്റ്റന്റ്, ബിഹൈൻഡ് ദ സീൻസ് എടുക്കാൻ വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അടുക്കളയിലേക്ക് പോയി ഇന്നത്തെ കുക്കിംഗ് എപ്പിസോഡ് തുടങ്ങാം ഗൈസ്. ഹലോ ഹലോ ഹലോ. ഞാൻ ഉമ്മയുടെ ഫേസ് ഇല്ലാതെ ഇന്ന് ഈ വ്ളോഗ് എടുത്ത് ഞാൻ മാതൃകയാവും. അതാണല്ലേ? അതെ അതെ. ഉമ്മ, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത്? ചിക്കൻ ഫ്രൈ. അലമ്പല്ലേ, രണ്ടെണ്ണം കൂടെ പറയി കിടന്നു. ചിക്കൻ ഫ്രൈ, ഒറട്ടി പരിപ്പ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇതെന്നാണിത്? ചിക്കൻ. ഇത് എത്ര ചിക്കൻ ഉണ്ട്? ഇത് ഒരു കോഴിയാണ് മോനെ, ഒരു 1,700. ഒരു കോഴി. പക്ഷെ ഇവിടെ 2 കോഴികളുണ്ടല്ലോ. ഒരു കുഞ്ഞു കോഴി, ഒരു കാട്ടുകോഴി. ഓക്കെ, അപ്പൊ ഒരു ഫുൾ കോഴി ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ ഉമ്മ ഇത് അതിന്റെ മസാല, ചിക്കൻ ഫ്രൈയുടെ മസാലയാണ് ഇപ്പൊ റെഡിയാക്കാൻ പോണത് ആദ്യം. ഓക്കെ, ഈ ലോകത്തുള്ള എല്ലാ പൊടിയും ഇടും മോനെ. ഇത് എരിയില്ലാത്ത മുളക് പൊടി, കാശ്മീരി ചില്ലി, ഒരു സ്പൂണ്. ഇനി എരിയുള്ള മുളക് പൊടി, അത് ഒരു സ്പൂണ്. അടുത്ത മഞ്ഞപ്പൊടി, അത് 1/2 ടീസ്പൂൺ. അത് കൈ കണക്കാണ്. അപ്പൊ നിങ്ങൾ ഈ രണ്ടെണ്ണം പറയിക്കിടന്ന് അലമ്പ് കഴിച്ചിട്ട് റെസിപ്പി വ്ളോഗില് ഇതെന്താ? ഇത് കുരുമുളക് പൊടി. നീ പറഞ്ഞു അലപ്പറകള് തന്നെ രണ്ടെണ്ണം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഗൈസ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഉമ്മയുടെ കൈക്കണക്കിനാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഇത് മല്ലിപ്പൊടിയാണോ? ഇത് കറി മസാല. ചിക്കൻ മസാല അല്ലേ? ചിക്കൻ മസാല വേണമെങ്കിൽ ഇച്ചിരി പോലെ ഇടാം. ഓ, അത് ഇത് പെരിഞ്ജീരകപ്പൊടി. ഓക്കെ, അതും ഓക്കെ, പെരിഞ്ജീരകപ്പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഉപ്പിടണം. ഇനി വീട്ടില് ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല. ഉപ്പിടാം. ഓക്കെ, ഇത് ആറ് റെസിപ്പിയാണ്. കണ്ട്രാക്കൂടല്ലേ? ഇത് ഒരു പണി എടുക്കാതെ കണ്ട്രാക്കൂടുന്ന 2 എണ്ണം ഈ അടുക്കളയിൽ വന്ന് ഭയങ്കര ശല്യം കേസ്. ഓഹോ, ഓക്കെ. അപ്പൊ ഇത്ര ഇട്ടിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നാരങ്ങാനീര് വേണം. ഓക്കെ, സത്യം നമ്മളിന്ന് ഒരു ഷോപ്പിൽ പോയപ്പോ സൈഡിൽ ഒരു ബാർ ഉണ്ടായിരുന്നു. അതിന്റെ സൈഡിൽ എവിടെ ഈ ചെടി അടിച്ചു മാറ്റി. ചെടിയുടെ മണ്ടേ ചതച്ച മുളകാണ്. ചതച്ച മുളക്. ഓ, മറ്റേ ചില്ലി ഫ്ലേക്സ് ആയിട്ട് കിടക്കും അല്ലേ? ചില്ലി ഫ്ലേക്സ്. ഇനി മുഴുവൻ പെരിഞ്ജീരകം. എനിക്ക് തോന്നുന്നു എന്തുമാത്രം പൊടിയാണിത് ഗൈസ്. ഈ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര കോംപ്ലക്സ് ആണ്. അതെ, കോംപ്ലിക്കേറ്റഡ് ആണ്
ഗൈസ് ഞാൻ ഇത് അന്ന് വിരുന്നിന് തിന്ന് ഫാനായി പോയ സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇമാതിരി കിടക്കാച്ച സാധനമാണ്. ഇത്തിരി അരിപ്പൊടിയേ. അരിപ്പൊടി ഇടുവോ? ആ അരിപ്പൊടി. അയ്യോ ഗൈസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലോർ ഇടാം. ഇന്ന് വരെ ഒന്നും അവിടെ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്റെ അടുത്ത് പറയണത് ഇതിന് ക്രിസ്പിനെസിന് വേണ്ടിയാണ് ഫ്ലവർ ഉണ്ടായിരുന്നത്. ആണല്ലേ? അടുത്ത എന്ത് പൊടിയാണ് ഉമ്മ എടുക്കണത്? കോൺഫ്ലോർ. കോൺഫ്ലവർ പറഞ്ഞു ഇത്തിരി കോൺഫ്ലവർ. ഓക്കെ കോൺഫ്ലവർ ഇതുപോലെ. ഓ ഇതൊരു ഭീമാകാര മസാല തന്നെ ആയിട്ടുണ്ട് ഇപ്പൊ. ഞാൻ പറഞ്ഞില്ല ലോകത്തുള്ള എല്ലാ പൊടിയും ഇത് ഇടും. ഉമ്മക്ക് ഇതാരാണ് പഠിപ്പിച്ചിരുന്നത് ഈ റെസിപ്പി? ഉമ്മ വീട്ടിലെ ഇങ്ങനെയാണ് ഉണ്ടാക്കണം. ഇവന്മാരിങ്ങനെ വീട്ടില് ഇവന്മാരിങ്ങനെ പറയും ഇവരൊക്കെ തന്നെ. എന്നുവെച്ചാ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ നമ്മള് മിക്സ് ചെയ്ത് ചിക്കനിൽ പെരട്ടി വെക്കും. എത്ര നേരം വെക്കണം? കുറച്ച് 10-20 മിനിറ്റ് ഒക്കെ. നമുക്കൊരു വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാല് അതൊരു നല്ല സൂപ്പർ രീതിയിൽ വരുവുള്ളൂ. ഈ കൺട്രാക്ടുകളെ കൊണ്ട് എനിക്ക് വയ്യ ഗൈസ്. അതെ അതെ അരമണിക്കൂർ എന്ന് പറഞ്ഞ അരമണിക്കൂർ മതി. അരമണിക്കൂർ മതി മതി കണ്ട. ഓക്കെ അപ്പം ഇത് നമ്മൾ ഇനി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി. ഓക്കെ ഡൺ. അപ്പൊ അത് മാരിനേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മള് പിന്നെ ഒരട്ടിക്ക് കുഴച്ച് വെക്കാം. എന്നിട്ട് പരിപ്പ് വേഗം ആകുമല്ലോ. ഓക്കെ 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 ഓക്കെ. ഒരട്ടിക്ക് കുഴക്കുന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരുന്നു. ഇതാണ് ജിഞ്ചറും ഗാർലിക്കും ചിക്കനിൽ ഇടാനായിട്ട്. ഇത് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത്, ഉള്ളി പരിപ്പ് കറിക്ക് വേണ്ടിട്ടായിരിക്കും അല്ലേ അമ്മ? എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇതിനൊക്കെ വേണ്ടിട്ടാണെന്ന്. ഇളക്കി ചിക്കൻ ഫ്രൈ തേങ്ങ ഇടും അറിയാമോ? ഈ രണ്ട് കൺട്രാക്ടുകളെ ആരാണ് ഓർഡർ ചെയ്തത്? നിങ്ങളെ മ്യൂട്ട് ചെയ്യുന്ന സ്വിച്ച് വല്ലതും ഉണ്ടോ? അയ്യോ അതല്ലേ. ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുക്കും. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരച്ചെടുക്കണം. ഇത് ചതച്ചെടുക്കണം ഗൈസ്. അരച്ചല്ല ചതച്ചെടുക്കണം ഗൈസ്. നമ്മളിപ്പം മറ്റേ മിക്സിയുടെ ജാറിനകത്ത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ആൻഡ് ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കും. ചതച്ച് അതിൽ കൂടെ ഇടും. എന്നിട്ട് ഇതും കൂടെ എല്ലാം കൂടെ ചേർത്താണ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഓഹോ ട്രേഡ് സീക്രട്ടുകളാണ് ഗൈസ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി ഒരു മുട്ടയും കൂടെ വെക്കും. മുട്ടയും വേണോ? ഒരു മുട്ടയും കൂടെ ഉടച്ച് മസാല എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി ബൈൻഡ് ആവും. അതിനാണ് മുട്ട ചേർക്കണേ അല്ലേ? തിരുവനന്തപുരത്ത് തട്ടുകടയൊക്കെ ഇടാനത്. അപ്പം മുട്ട ഒഴിച്ച് എന്നിട്ട് നമ്മൾ നേരത്തെ ആ ജാറിനകത്ത് ആണല്ലേ? സുജാത സ്പോൺസർ അല്ല ഗൈസ്. ഓക്കെ ഇത്രയും ചാച്ചാദ്യമ്മ കുറച്ചും കൂടെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്. ഓ കുറച്ച് വെളിച്ചെണ്ണ. ഓ നല്ല മണം കേട്ടോ അത് ചതഞ്ഞ് വന്നപ്പോഴത്തേക്കും. അപ്പൊ ഇങ്ങനെ അടിച്ച് ചതച്ചെടുക്കണം നമ്മൾ. ഇപ്പൊ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും ഗൈസ്. അതും സുജാതയുടെ മിക്സി തന്നെ വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ ഈ കൺസിസ്റ്റൻസി വേണം അല്ലേ അമ്മ? ഇതുപോലെ ഈ കൺസിസ്റ്റൻസി ഇതിൽ ആ സാധനം ഉണ്ടെന്ന് ആരും അറിയരുത്. ഓ ഇങ്ങനെയൊക്കെ ഇതൊക്കെ രഹസ്യക്കൂട്ടാണ്. രഹസ്യക്കൂട്ടൊക്കെ പണ്ട് പരസ്യക്കൂട്ടായി.
ഓക്കെ അത് റെസിപ്പി മാറ്റും. ഒരു നല്ല ഒരു ഇതിന്റെ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കണം. ഓക്കെ ഡൺ. ഇനി ഇതും കൂടെ അതി തട്ടി തട്ടിയിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ചതച്ചങ്ങ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ചതച്ച് അതിൽ കൂടെ ഇടും. മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തിടും. ഓ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാരിനേഷൻ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ എല്ലാരും അങ്ങനെ മുട്ടയൊക്കെ ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷെഫുള്ള റെസിപ്പിയിലൊക്കെ ഉണ്ട്. അതും അടിച്ചു പറ്റിയതാണ്. ഇത് ഉമ്മയുടെ നമ്മളെ വീട്ടിലൊക്കെ ഉമ്മ ഉണ്ടാക്കണ ആ ഒരു ഇതാണ്. ഉമ്മക്ക് ഇതൊക്കെ അറിയാവൂ പണ്ട്. ഇതൊക്കെ അറിയാവൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ അതെ ഇതൊക്കെ അല്ലേ ഹൈലൈറ്റ് ഡിഷുകൾ നമ്മുടെ. ഇതൊക്കെ ഒത്തന്റിക് ട്രിവാൻഡ്രം സാധനങ്ങളാണ് സനിബ്രോ ഇതൊക്കെ. അതെ അതല്ലേ ഒത്തന്റിക് ട്രിവാൻഡ്രം. കോമൺ ട്രിവാൻഡ്രംകാരുടെ ഒരു എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിലും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കറക്റ്റ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈയുടെ രുചി കിട്ടാറില്ല ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴാണ് ചിക്കൻ ഫ്രൈ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വീട്ടിൽ വെച്ചതിൽ ഏറ്റവും കിടിലൻ ചിക്കൻ ഫ്രൈകളിലൊന്നായിരുന്നു അന്ന് ഉമ്മ വന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇത് വെച്ച് ഇനി നമ്മൾ മറ്റേ കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഉണ്ടല്ലേ? പട്ട ഗ്രാമ്പു ഏലക്ക പട്ടയും ഗ്രാമ്പും ഏലക്ക അതുപോലെ പേരിന് കുറച്ച് മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടൂലല്ലോ അത് കിടക്കും. അങ്ങനെ വേണമെന്ന് അങ്ങനെ വേണ്ടാത്ത അത് ഫ്ലേവർ കിട്ടാൻ വേണ്ടി അത് പറഞ്ഞ് തിന്നാനല്ല. ഇതൊക്കെ കൈ കിടക്കാണ്. ഉമ്മ ഇപ്പൊ കുറച്ച് മുളക് പൊടി എക്സ്ട്രാ ഇട്ട് ഇത് അറിഞ്ഞുകൂടാതെ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്ന ആരെങ്കിലും മുളക് പൊടി കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഉമ്മ? അത് മുളക് പൊടി നമ്മള് യോജിപ്പിച്ച് നോക്കുമ്പോഴേ അപ്പൊ നല്ലവണ്ണം മസാല പൊതിഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇട്ടു. എന്തിനു തന്നെ ബ്രോ ചിക്കൻ കഴിക്കൂല? അതൊന്നും കഴിക്കില്ല. സൈക്കോ പൊണ്ടാട്ടി എന്താണ് അടുക്കളയിൽ ബഹളം അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോ ചിക്കൻ കൊടുത്താലോ. മൈ ഗോഡ് വർഷയെ അടിച്ചു പോയി. ഇന്നലെ വർഷം എടുത്ത് കൊച്ചിട്ടോണ്ട് ഓരടി ഒറ്റ അടി ബിനിക്ക് അതുപോലെ കൊടുക്കുമായിരുന്നു. അപ്പൊ ബിനിക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ല. ചിക്സ് അവിടെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങോട്ട് കിടക്കാത്തത്. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. ഉപ്പ് കുറവാണ്. ഓക്കെ അത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല സെറ്റ് ആയിരിക്കുകയാണ്. കൊള്ളാം മോനെ. കറക്റ്റ് സാധനം ഗൈസ്. ഈ പറഞ്ഞ ഐറ്റങ്ങൾ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് നോക്ക്. കറക്റ്റ് സാധനം വരും. മാറി കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സ്പൂണ് 1.5 സ്പൂൺ. ഇല്ല ഇത് കൈക്കണക്കാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാനും വീട്ടിൽ പോയി പരീക്ഷിച്ച് നോക്കാം. എപ്പോഴെങ്കിലും കൈന്നിട്ട് ഉണ്ടാക്കി നിങ്ങളെ കഴിക്കണൊക്കെ അയ്യോ പക്ഷെ സൂപ്പർ സാധനം കേട്ടോ മസാല. കിടിലൻ മസാല. ഓക്കെ അടുത്ത ഇതാ എത്രയാണ് കേസ് ഇടുന്നത്? ഏലക്ക ഗ്രാമ്പു. ഇത് കേക്കണ്ടേ ഇല്ലേ? അലപ്പറാവൂലേ? ഗ്രാമ്പു ഏലക്ക ഗ്രാമ്പു പട്ട കറുകപ്പട്ട എല്ലാം കൂടെ ഒന്ന് പൊടിച്ചു. ഓ ഇടികല്ലിലിട്ട് 5-6 ഇടി. ഇത് പവറിലിടിച്ചാലേ അത് പൊടിഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പൊടിയൊന്നും വേണ്ടത് ഇങ്ങനെ കിടക്കും. ഓ അത്രയും പൊടിയുണ്ട്. കുറച്ച് സോളിഡ് കൺസിസ്റ്റൻസിയിൽ അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ നമ്മുടെ മാരിനേഷൻ റെഡി. അതെ ഇപ്പോഴേ നല്ല മണം വരുന്ന കേസ്. സത്യം കേട്ടാ. ഇതല്ലേ നിങ്ങൾ പറക്കി കളഞ്ഞിട്ട് തിന്നു പറഞ്ഞു. ഓക്കെ പൊറോട്ട ഒന്നും പറ്റില്ല. ഞങ്ങൾ ഒരട്ടി ഉണ്ടാക്കുന്നു. ടേസ്റ്റേഴ്സിന് ചിക്കൻ ഫ്രൈ ഇല്ലേ? അല്ല നിങ്ങള് പുറത്ത് പൊറോട്ട അവസാനം ഗ്രേവി മുക്കി നക്കേ ഉള്ളു. ഇവിടെ ഒരട്ടി പൊറോട്ട ഒന്നും തരൂല. പറ്റൂല. പൊറോട്ട സംഭവിക്കൂലേ? ഇല്ല ഇത് തിന്നാൻ നേരത്ത് മാത്രം ഞാൻ തരുവുള്ളൂ. ഗൈസ് നമ്മൾ സമ്മതിക്കില്ല ഗൈസ്. എവിടെ പോണം? എന്നെ ഗൈസ് ഈ ബ്ലോഗ് എടുത്തോണ്ടിരിക്കണ എന്നെ ഇറക്കി വിടണം അവള്. നല്ല മണം ഗൈസ്. അത് ഹായ്
2 കാല് മാത്രമേ ഈ ചിക്കൻ ഉള്ളൂ, അത് ഒരെണ്ണം വർഷയും. അവിടെ പോയി സ്വിച്ച് അടയ്ക്കാൻ നോക്കണം. ഉമ്മയുടെ അടുക്കള ഈ 2 കൂടെ കുട്ടിച്ചോറാക്കും. അല്ലാണ് ഒന്നാമത് പോക്കായ ഒരു അടുക്കളയാണ്. എടാ ക്രോപ്പ് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ, ഫേസ് ഏതെങ്കിലും ഭാഗത്ത് വരെയാണെങ്കിൽ. എനിക്ക് തോന്നുന്നു ടോം ആൻഡ് ജെറിയിലെ അമ്മയെ കണക്കാണ്. ടോം ആൻഡ് ജെറിയിലെ മറ്റേ വീട്ടമ്മയെ കണക്കാണ് നമ്മുടെ ഉമ്മ. ഫേസ് കാണിക്കില്ല, പക്ഷെ കിടിലം കുക്കിംഗ് ആണ്. അടുത്തതായിട്ട് നമ്മളൊരു വലിയ ഉരുളിക്കകത്ത് വെള്ളം വെച്ച് ചൂടാക്കണം. ഇത് എന്തിനാണ് ഉമ്മ? ഇത് വെള്ളം തിളക്കണം, ഉപ്പിട്ടിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മാവിട്ടിട്ട് ഇളക്കി സെറ്റ് ആക്കണം. ഉമ്മ ഇതിനകത്ത് ഇപ്പൊ എത്ര കുറെ ഉപ്പിടണുണ്ടല്ലോ, ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എത്ര? വെള്ളത്തിൽ നോക്കുമ്പോ അറിയാം. ഉപ്പുരസം വേണോ? നല്ല ഉപ്പുരസം വേണോ? ഒരു ഇച്ചിരി ഒന്നും ഇരിക്കണം. വെറുതെ ഉപ്പില്ലെങ്കിൽ ഉരട്ടി ഒരുമാതിരി ഇങ്ങനെ മാവ് പോലെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, അപ്പം കുറച്ച് ഉപ്പുരസം വരുന്ന ഇച്ചിരി ഉപ്പുരസം വരുന്ന രീതിക്ക് ഉപ്പുവെള്ളം ഉണ്ടാക്കും. എന്നിട്ട് അത് നല്ല തിളയ്ക്കുമ്പോ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇളക്കിയെടുക്കണം. എന്നിട്ട് തേങ്ങ ഇടും. പെട്ടെന്ന് ഞങ്ങൾ ഓർത്തു കറിവേപ്പിലയും കൂടെ ഇതിന്റെ അകത്ത് ഇടണം. എത്ര അല്ലിയമ്മ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് അല്ലികൾ വാരി അതിനകത്തില്ല. സത്യം കേട്ടാ, ഈ റെസിപ്പി കണ്ടോണ്ടിരിക്കണവര് ഇതൊക്കെ എന്താടാ, ഇതൊക്കെ എത്ര വേണം? ആവശ്യം ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് വെച്ചിട്ട് പിടിക്കണം. എനിക്കൊന്ന് ഈ കുക്കിംഗ് അറിയാന്നുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവര് പിടിക്കും. അമ്മയൊക്കെ ഇത് ക്യാച്ച് ചെയ്യും. അമ്മയൊക്കെ ഇത് ക്യാച്ച് ചെയ്യും. അമ്മ ഈ ചിക്കൻ ഫ്രൈ എന്തായാലും പഠിക്കണം നമുക്ക്, എന്നിട്ട് വീട്ടിലുണ്ടാക്കണം. ഞാൻ പഠിച്ചിട്ട് വന്ന് ഉണ്ടാക്കി തരും. ഞാൻ കാണുന്നുണ്ട്. ഞാൻ പൊളിക്കും കൈസ് നമ്മള്. എന്നിട്ട് അടുത്ത ക്രിസ്മസിന് ഞാൻ ഇതുണ്ടാക്കും. ക്രിസ്മസിന് എന്താ ചിക്കൻ ഫ്രൈ തിന്നൂടെ ആർക്കും? വെള്ളം നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ തിളയ്ക്കണം അല്ലേ? തിളയ്ക്കണം, ഉപ്പൊക്കെ ഇട്ട് ബോയിൽ ചെയ്ത് ബോയിൽ ആണ് കാണിച്ച കണ്ട നല്ല വെട്ടി തിളക്കണം. ഇനി ഇട്ടേക്കട്ടെ. ഇത് എത്ര? ഇത് അങ്ങനെ ഈ വെള്ളത്തില്ലേ നമ്മൾ ഇടിയപ്പൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ഈ വെള്ളം ഇങ്ങനെ നോക്കുമ്പോ അറിയാം. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ എല്ലാം കൈക്കണക്കാണ് കേട്ടോ. അതെ അതെ, അല്ല അതെ അതെ സത്യം. ഇത് അതെ മനസ്സിലാക്കും, ഒരുവിധം കുക്ക് ചെയ്യണവരൊക്കെ മനസ്സിലാക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഈ വ്ലോഗ് ഇറങ്ങി കഴിയുമ്പോഴേ ഈ വാ അടയ്ക്കാത്തതിനാണ് പാവമെന്ന് ഞങ്ങളൊക്കെ വിളിച്ചേ കേസ്. അടുത്ത ഏപ്രിലിന് മുമ്പേ നമ്മുടെ ഒരു തയ്യാറെടുപ്പാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേസ്. അവള് ക്യാമറ മുമ്പിൽ വന്നിട്ട് കോൺഷ്യസ് ആവുകയാണെങ്കിൽ, ക്യാമറ ഇരിക്കുന്നു തോന്നുകയാണെങ്കിൽ പിന്നെ വാറക്കൂല. പിന്നെ അവിടെ എന്തോ കുത്തുന്നു കേസ്. അന്ധകാരത്തിൽ പോയി ഇതിന് പല്ല് മാത്രം അടക്കി കാണിക്കണം. ഇതിന് നമ്മള് തവിയിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ല ഇളക്കട്ടെ. ഇളക്കി ഇതിനൊരു ഉണ്ടയാക്കി എടുക്കും അല്ലേ? നല്ല ചൂടോടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ, അതുപോലെ എടുക്കാം. ഇതല്ല ഉരട്ടി, ഇത് കണ്ട ഒരു ഉപ്പുവാണെങ്കിൽ ഇരിക്കും. ഇനിയും നമ്മൾ ഇതിനെ ഇട്ട് മിക്സ് ചെയ്ത് ഉരുട്ടി എടുത്തോണ്ടിരിക്കും. കാണിച്ചു തരാം ഗൈസ്. ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ആക്കിയപ്പോ ഇതിനകത്ത് തേങ്ങ വീണ്. തേങ്ങ എത്ര തേങ്ങ കിട്ടുമ്പോ? അത് ഒരു ഇപ്പൊ ഇതിനാണെങ്കിൽ ഒരു മുറി മുക്കാൽ കണക്ക് ഒരു മുക്കാൽ തേങ്ങ വീണ്ടും ഇട്ട് പരിപ്പിന് ഒരു അരമുറി തേങ്ങ കൊത്താക്കിയത് ഇതിനകത്ത് ചിരകിയത് കൊത്താക്കിയല്ല ചിരകിയത് തേങ്ങ ചിരകിയത്. എത്രത്തോളം മിസ്സായെന്നുള്ളത് അതെ. ഇത് എക്സ്പെർട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ്. അതെ അതെ, ഇത് അതേ
ഇത് ഓർഡിനറി ആൾക്കാർക്ക് പറ്റില്ല. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആരടാ തിരിഞ്ഞപ്പോഴേക്കും തേങ്ങ വീട് സനിബ്രോ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ തേങ്ങ വീണ്. അതെ അതെ ഉമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടേ. അതിന്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മളൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ മിക്സ് ചെയ്യുന്നു. ഇവിടെ ഒറട്ടിയുടെ മാവിരുന്ന് തീ അണച്ചാ തീയപ്പ അണച്ചാ ഉമ്മ തീയപ്പ അണച്ച നമ്മള് അടി പിടിക്കും. അല്ല ഇപ്പൊ അണച്ച നമ്മള് തേങ്ങ ഇട്ടപ്പോ അണച്ചാ. തേങ്ങ ഇടുമ്പോ നമ്മള് തീ അണച്ചിട്ട് വേണം തേങ്ങ ഇടാൻ. അല്ലെങ്കിൽ തീ ഇട്ടിട്ട് തേങ്ങ അണയ്ക്കാൻ. നിങ്ങൾ എത്ര പറയണം? തേങ്ങ ഇട്ട സമയത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. ഓക്കെ 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 ഓക്കെ. അതെ, അപ്പം ഇങ്ങനെ ഒരു സംഭവമായിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, അത് 2 മിനിറ്റ് ഇത് ഉരുളി എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഗൈസ് കൈ കുറച്ച് വെള്ളം കൊണ്ട് നനച്ചിട്ട് ചൂടോടെ ഇങ്ങനെ കുഴക്കണം. ഇത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് ടഫാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അമ്മ. കൈ കൊള്ളൂ. ആണോ? ട്രൈ ചെയ്ത് നോക്കാം. അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അത് വെച്ച് ഇങ്ങനെ അമർത്തിയാൽ മതി. പറ്റാത്തവർക്കേ സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട്. ഭയങ്കര തിളച്ചാണ്. ഞാൻ ചൂടാണ് മോനെ. ഉമ്മ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയല്ലേ? അതല്ല, ഇത് കൈ വേണ്ട, എക്സ്പെർട്ടുകൾക്ക് ചെയ്യാനുള്ളതാണ് ഗൈസ്. അത് പ്രൂവ് ചെയ്ത് തരികയായിരുന്നു ഞാൻ. ഇത് കാണിച്ചു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും കൈ പൊള്ളിച്ചു. ഇതുപോലത്തെ മതിയോ അമ്മ? ഇതുപോലത്തത് അത് മതി. ഇങ്ങനെ ഡെമോ നോക്ക്. ഇങ്ങനെ മനസ്സിലായ? ഇങ്ങനെ അപ്പൊ കൈ എന്താ അങ്ങനെ പറ്റൂലേ? അത് പറ്റും. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം. തിരുവനന്തപുരത്ത് കാർത്തിക് സൂര്യ ഒറട്ടിക്കട. ഓക്കെ, അപ്പൊ ഇത് നമ്മളിന് കുഴച്ചൊരു ഉണ്ടാക്കിയത്. കുറച്ച് കഴിയുമ്പോ സ്റ്റീൽ ഗ്ലാസും ചൂടാവും. വീണ്ടും കൈ കൊള്ളും. ഇതെങ്ങനെയായിട്ട് ഉരുട്ടണത്? സത്യം കേട്ടാ, എക്സ്പീരിയൻസിന്റെ ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റി വെക്കാം. ഇങ്ങനെ ഉരുണ്ട് വരും. ഇങ്ങനെ ഒരു ഉരുളയായിട്ട് വരും. ഒറട്ടി ഡോ, മലയാളത്തിൽ ഒറട്ടിപ്രാവ്. അതൊരു നൈസൊരു സാധനം. അതൊക്കെ ബ്രില്യന്റ് ആയിട്ടുള്ള ചെടികളാണ് സനിബ്രോ. അത് ഇരുന്ന് ചിന്തിക്കണം. ഓക്കെ, ഒരു വലിയ ഉണ്ടയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒറട്ടി മാവ് റെഡിയാണ്. കണ്ടോ ഗൈസ്, ഇത്രയും ഉമ്മ ഉരുട്ടി സെറ്റ് ആക്കിയപ്പോ ലാസ്റ്റ് വന്ന് ശേഷമായിരുന്നു. ഏതാടാ? ഏത്? ഒന്നുമില്ലാതെ അത് ചോര അങ്ങ് എന്ന് ഒന്നുമില്ലാതെ ഓക്കെ. 5 സ്റ്റാർ ഷെഫ് എന്ന്. 5 സ്റ്റാർ അല്ല, സ്റ്റാർ ഇല്ലാത്ത ഷെഫ് എന്ന്. ഓക്കെ, ഇതിലിപ്പോ എന്റെ കയ്യൊപ്പം വീണ് എഴുതിയിരിക്കുന്നു ഗൈസ്. എനിക്ക് ചലഞ്ച് അത് നോ എക്സ്പ്രഷൻ ചലഞ്ച്. ഇത് പിഴിഞ്ഞിന്റെ വാക്കാ തോന്നിക്കോ? നോ എക്സ്പ്രഷൻ ചാലഞ്ച്. ചവച്ചത് പല്ലൊക്കെ പോവും. അപ്പ് മോനെ ഇതിലെ ഉപ്പ് കുറച്ചുകൂടെ വേണം നോക്ക്. ഇങ്ങോട്ട് പാടി ഉച്ചയൊക്കെ എടുത്തിട്ട് നോക്കുമ്പോ പേനൊക്കെ വണ്ടർലായിലെ പോലെ അല്ല. പിഴിഞ്ഞു ഒഴിച്ചോ, മൊത്തം പിഴിഞ്ഞു ഒഴിച്ചോ. ഇടിയാൻ പറ്റാത്ത പല്ല് പുളിക്കും. പല്ലേ ഇറക്കി. അയ്യോ പാവം. എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. എക്സ്പ്രഷൻ ഇട്ടിട്ടില്ല. കുഴപ്പമില്ല. ഷൈനൂർ എത്തിപ്പൂരം ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. എത്തിപ്പൂരം
ഞാൻ പോയി ചോദിച്ചു തരാം. ഫുഡ് ടേസ്റ്റ് നാരങ്ങ നീര്. കണ്ട ആർക്കും എക്സ്പ്രഷൻ ഇല്ലടാ. നീ ഈ സായിപ്പന്മാരപ്പോ ഇതിനു വേണ്ടി ഞാൻ വെറുതെ അനാവശ്യ എക്സ്പ്രഷൻ കാണിച്ചത്. ഒരു എക്സ്പ്രഷൻ അങ്ങ് വിഴുങ്ങിയാൽ നാരങ്ങ ഉള്ളതെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഈ എക്സ്പ്രഷൻ അപ്പൊ സായിപ്പന്മാരൊക്കെ ഇതിട്ടുണ്ടാണ്. എനിക്കൊന്ന് ലൈം ആയിക്കണം. ചിലപ്പോ മറ്റേ ായിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് ലെമൺ വലിയ സീനില്ല. ഇതാണ് നമ്മൾ അതിനകത്ത് പിഴിഞ്ഞു വെച്ചോട്ടോ. അയ്യോ ഉമ്മ വേറെന്തോ ഉണ്ടാക്കണം. അയ്യോ ഇല്ല ഞാൻ ഒന്ന് കുഴച്ചിട്ടില്ല. അത് പൊറോട്ടയില് ഓക്കെ. ചിക്കൻ ഫ്രൈക്ക് ഇടക്കിടക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടാ. മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇടക്കിടക്ക്. മാരിനേഷൻ പ്ലസ് മസാജ് ആണ് ഉമ്മയുടെ ടെക്നിക്ക്. എന്നിട്ട് ഇടക്കിടക്ക് രുചി നോക്കും. അപ്പൊ പൊളപ്പ സാധനം മനസ്സിലാവും. ഇനി ഉമ്മ നമ്മള് ഇനി പരിപ്പ് പുതിയ കട മസാല മസാജ് എല്ലാരും മസാലയിൽ മുക്കിട്ട് വയ്യല്ലേ. നമ്മള് ഇപ്പൊ ഇത് നമ്മള് ഉരുട്ടി വെച്ച് മസാല ചേർത്ത് ചിക്കൻ വെച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ പരിപ്പ് കറി ഉണ്ടാക്കും. ഓക്കെ. അടുത്ത പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഇത് ഒരു കപ്പ്. എന്ത് പയറാണമ്മ ഇത്? ചെറുപയർ. വറുത്തിട്ടുണ്ടോ ഇത്? വറുക്കണം. ഓക്കെ. ചെറുപയർ ഒരു കപ്പ് എടുത്തിട്ട് ഒന്നര കപ്പ് എടുത്തിട്ട് ഇതുപോലൊരു പാനിനകത്തിട്ട് വറുത്തെടുക്കണം. നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ചെടുത്തിട്ട് കുക്കറിൽ അടിച്ചു. അതെ അത് വറുക്കുന്നതിന്റെ സൗണ്ടാണ് കേസ്. സത്യം. ഇത് കുക്ക് വിത്ത് വർഷ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കൊടുത്ത. അതെ കറക്റ്റ്. പോടാ കുക്ക് വിത്ത് സൈക്കോ. അയ്യോ മറ്റേ കോൾ മീ ഫ്ലാഷ് വെത്തും. സെറ്റായി. എത്ര ചാനലുകളാണ് സുഹൃത്തുക്കളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് നീ പറഞ്ഞു വെക്കും. നാളെ മുതൽ എല്ലാവരും വന്ന് ചോദിക്കും ചാനൽ എവിടെ. അവള് വീണ്ടും ഇരുട്ടത്ത് പോയി പല്ല് കാണിക്കുന്നു സുഹൃത്തുക്കളെ. ആണല്ലേ. കോൾമി ഫാബ് എവിടെ? ഖത്തറിൽ പോയി. ചുമയും പനിയും തൊണ്ടവേനയാണ്. ഉമ്മ ഇത് എത്ര നേരം വറക്കണത്? എങ്ങനെ വറക്കണമെന്ന്? അത് പയറിങ്ങനെ മൂത്ത് വരൂലേ, ഒരു ചെറുതായിട്ട് മൂക്കൂലേ ഇങ്ങനെ വറക്കുമ്പം. എണ്ണയൊന്നും ഇടരുതേ, വെറുതെ ഇങ്ങനെ നോക്കുമ്പം എല്ലാ പയറും കണ്ടോ ഇങ്ങനെ വരും. നല്ലവണ്ണം പൊടുവന്ന് പൊട്ടണ ഒരു വായിൽ പയറ് അതെ. നമ്മൾ പൊട്ട് നോക്ക് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ വായിൽ വെച്ച് നോക്ക്. മതി. പൊട്ടിയിലും ഇതിങ്ങനെ പ്ലിച്ചനായി പോയി. പച്ച പരിപ്പിന് ചെറിയൊരു ക്രിസ്മസ് ഉണ്ട് ഔട്ടർ ലെയർ. അത് മതി. ചെറിയൊരു ടോസ്റ്റഡ് ഫുഡ് ഡാഡി ഫോർ എ റീസൺ ഗൈസ്. കരിഞ്ഞ പരിപ്പാ പോണേ. നമ്മള് മറ്റേ റോസ്റ്റ് ചെയ്ത പരിപ്പ് എടുത്തിട്ട് വീണ്ടും ഗ്രൈൻഡറിലിട്ട് ഇനി ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കും. ഓക്കെ. എത്ര പൊടിക്കണം? ഇതൊന്നും ഇങ്ങനെ അതിന്റെ ഇതിങ്ങനെ തോല് പോണ്ടേ. ഇതാ നോക്ക്. ബ്യൂട്ടിഫുൾ സൗണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടെ അതൊരു 2 അടി ഇതുപോലെ അടിച്ചെടുക്കും. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പൊടിച്ചെടുക്കണം. ഓക്കെ. എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കും. കുക്കറിലിട്ടിട്ട് കഴുകണം. കുക്കറിനകത്ത് എന്നിട്ട് എടുത്തിടുക. എന്നിട്ട് ഒന്ന് കഴുകി ഈ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് വേവിക്കും. ഓക്കെ. അതിന്റെ തോല് പൊടിച്ച പരിപ്പ് കഴുകണം അല്ലേ? കഴുകുമ്പോ ഈ പൊടിച്ചതിന്റെ തോലില്ലേ, തോലൊക്കെ ഇതാ കണ്ട പോണണ്ട. തോലൊക്കെ അങ്ങ് പോയിട്ട് എന്നിട്ട് നല്ല ഫിനിഷ് ആയിട്ടാണ് നമ്മളിത്തിരി
മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിക്കണം. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിക്കണം. ഓക്കെ. പരിപ്പൂരി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലേ? എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ തോലൊക്കെ പോയിണ്ട. തോല് പോയി. അതിനകത്തോട്ട് വെള്ളം ഒഴിക്കും. ഒരു കപ്പ് വെള്ളം. ഏത് കപ്പ്? ചായ കപ്പ്. നമ്മൾ ടീ കപ്പിന് ടീ കപ്പ്. ഒരു ടീ കപ്പില് അത് ഒരു ടീ കപ്പ് ആയാലും കണക്കറിയാം. അതാണ് രണ്ടാമത് വന്നത്. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക, തീ ഇടുക. അതിന്റെ അകത്തോട്ട് പിന്നെ എന്തൊക്കെ ഇടുമ്പോ അത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് ഇടും. കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു നുള്ളു ഉപ്പ്. വളരെ കുറച്ച് മഞ്ഞപ്പൊടി. നെഗ്ലിജിബിൾ എമൗണ്ട്. പിന്നെ ഒരു നുള്ളു. എന്തൊക്കെ കേക്കണം ഉപ്പ് ഇട്ടിട്ട് എന്നാ നുള്ളി അവള് ആണല്ലേ? അനാവശ്യമായിട്ടുള്ള ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 2-3 വിസിൽ വരൂലേ? 2-3 വിസിൽ. അപ്പോഴേക്കും നല്ല വേഗം. എന്നിട്ട് പിന്നെ നമുക്ക് അരപ്പിടാം. എന്നിട്ട് അരപ്പിടണം. പരിപ്പിന്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമിയത്. അതിന്റെ കൂട്ടത്തില് പിന്നെന്തൊക്കെ വേണം അമ്മ? ഇതിന്റെ കണക്ക് എങ്ങനെയാണ്? ഇത് ഒരു ചെറിയ കപ്പ് തേങ്ങ കൂടണ്ട, കൂടിപ്പോയ കൊള്ളത്തിൽ. തേങ്ങ, കറിവേപ്പില, മഞ്ഞപ്പൊടി. എവിടെ? വീണ്ടും മഞ്ഞപ്പൊടി. അത് ഇച്ചിരിയിലേ ഇട്ടിട്ടുള്ളതില്ലേ? വളരെ ടൈനി എമൗണ്ട് ഓഫ് മഞ്ഞപ്പൊടി ഇടണം. ജീരകം, പെരുംജീരകം അല്ലേ? ചെറും ജീരകം. അപ്പൊ ചെറിയ ജീരകം 2-3 നുള്ള്. വെളുത്തുള്ളി ഇടണേ. വെളുത്തുള്ളി ഒരു 3-4 അല്ലി. അല്ലിക്ക് ആവരണം ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞു. 2-3 കഷ്ണം ചെറിയ ഉള്ളി. അയ്യോ നിക്ക്, നമ്മൾ റെസിപ്പി വ്ളോഗാണ് ഉണ്ടാക്കുന്നത്. ഒരു 3-4-5 ഉള്ളി, ചെറിയ ഉള്ളി. ഇനി പച്ചമുളക്. ഇതിന്റെ കൂടെ ഇനി കുറച്ച് പച്ചമുളക് ഉണ്ടാവും. അതെ. നേരത്തെ 3-4 അല്ലി എന്ന് പറഞ്ഞപ്പോ എനിക്ക് 3-4 നുള്ളു വീണ്ടും കിട്ടി കേസ്. നുള്ള്. അല്ലിക്ക് ആവരണം എടുക്കാൻ കാട്ട് ചളിയല്ല നമ്മള്. പച്ചമുളക് 3. നമ്മള് മുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നേ. അവസാനം നോക്കിയിട്ട് എരിവില്ലെങ്കിൽ ഇടാം മാത്രം. വീണ്ടും എന്നിട്ട് ഇനി വെള്ളം ഒഴിച്ചടിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആദ്യം അടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടിക്കണം അല്ലേ? നന്നായിട്ട് ഇങ്ങനെ അടിച്ച് ഈ തേങ്ങയൊക്കെ ഒന്ന് അരഞ്ഞു വരണം. പരിപ്പിലെല്ലാം കിടക്കൂലേ? ഇതാണ് നമ്മളെ ട്രിവാൻഡ്രം മോഡല് പരിപ്പ് കറി. ഇതാണ് ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രം മോഡൽ പരിപ്പ് കറിയുടെ മസാല. കണ്ട ഇങ്ങനെ വരണം. ഹായ് ഗൈസ്, നല്ലൊരു കളറിലുള്ള ഒരു മസാല നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇവിടെ ഏത് നിമിഷവും വിസിൽ വരും എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് ഗൈസ്. മോനെ ഇച്ചിരി കൂടെ ഒന്ന് അടിക്കണേ. അയ്യോ, ഇച്ചിരി കൂടെ അടിക്കണം ഗൈസ്. ഇച്ചിരി കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ കൺസിസ്റ്റൻസി അടിച്ചിടണം ഉമ്മ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരപ്പ് കിട്ടണം. ഇനി ഇത് നമ്മൾ എപ്പോഴായിരിക്കും ഒഴിക്കുക? ഇത് നല്ലോണം ഇപ്പൊ വിസിൽ വരും. വിസിൽ വന്ന് നമ്മളെ വേഗത്തുള്ളൂ. എന്നിട്ട് അതിനെ തുറന്നിട്ട് അരപ്പിട്ടിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് അതിന്റെ പച്ചമണം മാറുമ്പോ ഒരു വിസിൽ കേട്ടിരിക്കുന്നു ഗൈസ്. ഇനി 3 വിസിലൂടെ ബാക്കി. രണ്ടാമത്തെ വിസിലൂടെ കൂടി കളി. എന്ത് കളി? ഓഹോ. ഓക്കെ, ഇതിൽ 3 വിസിൽ കേട്ടിട്ട് കൂടെ വരാം. വിസിൽ നമ്പർ 2, വിസിൽ നമ്പർ 3, വിസിൽ നമ്പർ 4. വിസിലെല്ലാം കേട്ട് ഇനി എന്ത് ചെയ്യും? അടച്ചാ തീ കണച്ചല്ലേ? തീ ഓഫാക്കി ഒന്ന് ഇപ്പൊ വിസിൽ കേട്ടോ. ഭയങ്കര സ്പീഡ്. മറ്റേ ഫ്ലാഷിനെ കണക്കാക്കി ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്തിട്ട്. ഈ ഫ്ലാഷ് അല്ല, ഇത് വിസിൽ കേട്ടോ 4 to 5 days കഴിഞ്ഞാലേ വിസിൽ ഓഫ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ളൊരു ചട്ടി എടുത്ത് വെക്കുക. കടായി ഗൈസ്, പരിപ്പിന്റെ കുക്കറിന്റെ അടപ്പ് തുറക്കുമ്പോഴത്തേക്ക് പരിപ്പ് ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മസാല ഒഴിക്കണ്ടേ അമ്മ? അത് ആദ്യം ഇതൊന്ന് ഇളക്കണോ? ഇളക്കി വരണം. ആദ്യം ഇതൊന്ന് ഇളക്കി കണ്ട വെന്താന്നുള്ളത് ഒന്നുകൂടെ നോക്കണ്ടേ? വെന്തോ? കുറച്ചുകൂടി വേവണം. എന്തൊരു
കണ്ട കുറച്ചുകൂടെ വേഗമുണ്ട്. കുറച്ചുകൂടെ വേഗം. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ എന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ വിസിൽ പോയിട്ടേ തണുക്കാൻ സ്വയം അങ്ങ് വിടണം. എന്നാലേ അത് നേരത്തെ തുറന്നു. നമ്മളിപ്പം അത്യാവശ്യമായോണ്ട് വേഗം തുറന്ന്. പക്ഷെ അത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാല് രണ്ട് തീറ്റ പണ്ടാരങ്ങൾ ഇവിടെ നിന്നിട്ട് സമാധാനം തരാതെ പാവ ഉമ്മ ഖരാവോ ചെയ്ത് പരിപ്പ് തുറപ്പിച്ചിട്ട് നിങ്ങള് ഇത് കുറച്ചുകൂടെ വേവട്ടെ. ഇത് വേവാത്തോണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവട്ടെ. അത് കുറച്ച് നേരം വേവട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ഓക്കെ സെറ്റ്. ഉമ്മ ഇതെന്താ ഇത്? കോട്ടൺ തുണിയോ? കോട്ടൺ തുണി നനച്ചിട്ട് ഉരട്ടിക്കല്ലിടുക. ഉരട്ടി ഈ പലകയാണ്. അത് എന്തെന്ന് വെച്ചാ ഇപ്പൊ പലക എല്ലാവർക്കും ഉണ്ടാവൂലല്ലോ. അപ്പൊ അവരെന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഈ അടപ്പില്ലേ, എന്തെങ്കിലും അടപ്പില് ഇങ്ങനെ ഇത് വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ ആക്കിയിട്ട് എടുത്താല് മതി, ഷേപ്പത്തിന് കിട്ടും. അമ്മ വീട്ടില് കൈ കൊണ്ടാണ് പരത്തുന്നത്. അങ്ങനെ. പക്ഷെ അതൊരു കട്ടിയാവും. നല്ല കട്ടിയുള്ള. ഇത് നമുക്ക് മാമി ഉരട്ടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ബോണ്ട കിട്ടിയോ? സൂപ്പർ ആയിട്ടുണ്ടാവും. അതാണ്. അവളാരാണ് മോളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിന്ദുമാമിയുടെ മോളല്ലേ? ഇത് വേവട്ടെ. ഇത് വേവുമ്പോ നമുക്ക് ഉരട്ടി പരത്താം. അല്ലടാ, കോഴി അതവിടെ ഇരിക്കട്ടെ. കോഴി പൊരിക്കാം. അവസാനം നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ കോഴി പൊറോട്ട ഓർഡർ ചെയ്യും. മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് ഇവർ ട്രൈ ചെയ്തിട്ട് പറയും നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ കൂടെ പൊറോട്ട എങ്ങനെയുണ്ട്. അത് സനിബ്രോയുടെ ചാനലിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സനിബ്രോയുടെ അല്ല, ഇപ്പൊ അവളുടെയും കൂടെ ചാനലാണത്. അതെ, അതിൽ പോയാൽ കാണാവുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച കടായിലേക്ക് എത്ര എണ്ണ ഒഴിക്കണമ്മ? ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലെ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസുകൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണേ. കൈ മുക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരു തരത്തിനൊക്കെ വെളിച്ചെണ്ണയാണ് അവന്. വെളിച്ചെണ്ണ KPL ശുദ്ധി കോക്കനട്ട് ഓയിലാണ് നമ്മൾ. കൈ മുങ്ങി കിടക്കണോന്നല്ലടാ, പീസ് മുങ്ങി കിടക്കണോന്ന്. സനിബ്രയ്ക്ക് പീസുകളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എഴുത്തു കാട്ടോ. സുമതി ഇത് വരുമല്ലോ. ഓക്കെ, അവിടെ പരിപ്പ് വേകുന്നു, ഇവിടെ എണ്ണ ചൂടാകുന്നു. എണ്ണ ഇവിടെ ചൂടായിരിക്കുന്നു ഗൈസ്. ശുദ്ധമായ KLP കോക്കനട്ട് ഓയിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിരുന്ന ചിക്കൻ ഇങ്ങനെ എടുത്ത് ഓയിലിലേക്ക് ഇടുക. പൊളപ്പനായിട്ട് ഇതിനകത്തുനിന്ന് പതയൊക്കെ വരും ഗൈസ്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ആഹാ, ചിക്കൻ ഇങ്ങനെ മുങ്ങി നിന്ന് പൊരിക്കണം അല്ലേ? അതെ, ഇങ്ങനെ കിടക്കണം വെളിച്ചെണ്ണ. ആഹാ, എന്റെ പൊന്നടാവേ, ഫ്രഷ് സാധനം. അതെ 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 അതെ. ഇതിന്റെ അകത്ത് എനിക്ക് റെസിപ്പി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചുരണ്ടി എടുത്തോണം കേട്ടോ ഗൈസ്. വാത്താളാണ് കൂടുതൽ. ആണല്ലേ, അവന്മാരെ തലയെ കൊണ്ട് വെച്ചു കൊടുത്തു. ഓക്കെ, സിനി ഇത് എത്ര നേരം പൊരിക്കണം ഉമ്മ? അത് ഇല്ല, അതിങ്ങനെ മൊരിഞ്ഞു വരണ്ടേ. ഓക്കെ, അത് കുറച്ച് നേരം കിടന്ന് മൊരിയട്ടെ ഗൈസ്. എന്നിട്ട് അത് കോരാൻ നേരം ആവുമ്പോ ഞാൻ വരാം. ഇത് കണ്ടാ നീ? ഉമ്മ അത് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന്? ഇത് ഇങ്ങനെ മൂത്ത് വരുന്ന കണ്ടാ നീ? അപ്പോഴേക്കും നമ്മൾ മറിച്ചിടും. കണ്ടാ, ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ട് കൊടുക്കും. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കണേ, അല്ലെ? ചെറുതല്ല. നമ്മളവിടെ സാധാരണ ഫ്രൈ കരിയാൻ പറഞ്ഞ അവർ കുറച്ച് ചെറുതാക്കും ചിലപ്പോ. നമുക്ക് വലിയ കഷ്ണം പറഞ്ഞ അരിച്ചാൽ മതി. അപ്പൊ ഈ സൈസിന് കിട്ടും നമുക്ക്. ഫ്രൈ നല്ല രസമുണ്ട് കേട്ടോ, പൊരിഞ്ഞു പറഞ്ഞാണ്. പൊട്ടി അതിന്റെ അകത്തുനിന്ന്. ഓക്കെ, അതവിടെ ഇരുന്ന് പൊരിയട്ടെ. പരിപ്പിന്റെ ഓക്കെ, അതവിടെ വെന്തോണ്ടിരിക്കുമ്പോഴത്തേക്കും വെന്ത പരിപ്പിന്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത മസാല ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഇളക്കി, അതിനൊന്ന് നല്ലോണം ഇളക്കി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച്, കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. പിന്നെ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. പച്ചമണം മാറുന്നവരെ വേവിക്കണം നമ്മൾ. അതാണ് ഈ വേർഡ്. ആദ്യം പച്ചമണം എന്താണെന്ന് പഠിക്കണമെന്ന്.
അരപ്പിന്റെ പച്ചക്കുത്ത്. അരപ്പിന്റെ പച്ചക്കുത്തെന്ന് കുറച്ച് കഴിയുമ്പോൾ പഴുത്ത കുത്താവും പൊടി. പഴുത്ത കുത്താവുമ്പോ വരുന്നു. അതെ ഇത് പരിപ്പ് കറിയുടെ മണം വന്നു തുടങ്ങി. നല്ല കിടിലൻ. ഇത് പച്ചമണം. ഇത് പച്ചമണം. ഇത് പച്ച പരിപ്പ് കറിയുടെ മണം വന്നു തുടങ്ങി. അതെ അവിടെ ഇരുന്ന് പൊരിഞ്ഞോണ്ടിരിക്കുന്നു ഗൈസ്. നമ്മുടെ ഷൂട്ടിനിടയിൽ നമുക്ക് സെലിബ്രിറ്റി അപ്പിയറൻസുമായി ദുബായിൽ നിന്നും ഷാസ് വന്നിരിക്കുന്നു. ക്യാമിയോ റോൾ. അളിയാ തിരുവനന്തപുരം ചിക്കൻ ഫ്രൈ വേണോ? നീ ഇങ്ങനെയൊന്നും സീക്രട്ടുകളൊന്നും പറയാൻ പാടില്ല. എടാ ഇത് കുക്കിംഗ് വീഡിയോ അല്ലടാ, ഇത് കോമഡി വീഡിയോ ആയിരിക്കും. നോക്കുക. ആ ശരിയാണല്ലേ. അളിയാ ഞങ്ങൾ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് വീഡിയോ അയച്ചു തരാം കേട്ടോ. ഓക്കെ ഞങ്ങൾ അടുത്ത മസാല ഇടാൻ പോട്ടെ ഗൈസ്. ഈ ഒരു പൊരിവ് അല്ലെങ്കിൽ ഈ ഒരു മുരിവ് വരുമ്പോഴത്തേക്ക് നമ്മളിതിനെ കോരണം അല്ലേ അമ്മ? ഓക്കെ അതിന് പതുക്കെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓഹോ ഇപ്പൊ ടേസ്റ്റ് നോക്കണ്ട. ഇതൊന്ന് ഓ ഗൈസ് ഇത് കിണ്ണം മണം വരുന്ന കേട്ടോ. ഇതിനകത്ത് ഇരിക്കാൻ ടേസ്റ്റ് ഇപ്പോഴേ വായിലടിക്കാം. ഓക്കെ നീ അവിടെ ഇരുന്ന് കൊതി വിട്ടോടാ. എടാ എനിക്ക് അറിഞ്ഞൂടാ ആരും അയച്ചു തന്നു. കണ്ടമാന സാധനം ഞാൻ നിന്റെ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രമായിട്ട് നടക്കും. സനിബ്രമായിട്ട് നടക്കും. മുണ്ടും ചുബയോ അത് തന്നെ അത് തന്നെ. രണ്ട് സ്വർണ്ണമാല ഇടണം. രാജവാണി. എടാ എന്റെ കുക്കിംഗ് വ്ലോഗ്. എന്നിട്ട് അടുത്ത പീസ് നമ്മൾ അടുപ്പിലേക്ക് കയറ്റി ഗൈസ്. അപ്പോഴത്തേക്കും പരിപ്പ് ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റൈലാണ് ഗൈസ്. ഇത് ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ വെക്കുന്ന പരിപ്പ് ഇരിക്കുന്നത് അല്ലേ? അതെ. നല്ല പരിപ്പ് കറിയും പുറട്ടി നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അമ്മ പറഞ്ഞു. എങ്ങനെയുണ്ട്? പക്ഷെ ഇവിടുത്തെ പൂരം കഴിച്ചു നോക്കാം. എടുത്ത് കഴിക്കും. നീ ഇതൊന്ന് ഷൂട്ട് ചെയ്തേ. അല്ല എനിക്ക് വയ്യ ഈ കൊച്ചിന്റെ കാര്യം. അയ്യോ ഇതിന്ന് ഏത് ടേസ്റ്റ് ചെയ്യണം? പക്ഷെ ഞാൻ ലെഗ് പീസ് എടുക്കട്ടെ. ഈ പീസ് എടുക്കാൻ വായിന്ന് വെള്ളം വരണം കേട്ടോ. കൊള്ളാം. എരിവിടണോ? ഒരു പൊടിക്കൂടെ എരിവ് ചേരുമോ? ആ ശരി. പക്ഷെ ഇന്ന സാധനം കൈസ് നിനക്ക് തരാ എടുത്തത് വേണ്ടേ? വേണോ? ജ്യൂസി ചിക്കൻ കൈസ് സത്യം കേട്ടോ. ഇത് എന്തായാലും നിങ്ങളിത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ഒരാള് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ടാഗ് ചെയ്യുക, വീഡിയോയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ കൈസ്. കാരണം ഇത് അത്ര ടേസ്റ്റ് ഉള്ള സാധനമാണത്. ചിക്കൻ ഫ്രൈ ഇങ്ങനെ പൊരിക്കണ കാണാൻ ഭയങ്കര രസമാണ് കൈസ്. ഇത് മുങ്ങി നിൽക്കണം കേട്ടോ. അതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി. പരിപ്പ് കറി സെറ്റാണ് കൈസ്. ഇത് ഞാൻ ഫ്ലാഷ് ഇട്ട് കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ മസാല പുരട്ടിയിരിക്കുന്ന ചിക്കൻ, ഇത് പൊരിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്ന ചിക്കൻ. ഓഹോ. അടുത്തതായിട്ട് ചൂടായിരിക്കുന്ന കടായിലേക്ക് കുറച്ച് ഗീ ഒഴിക്കുക. ഇതെന്തിനാണമ്മ? ഈ പരിപ്പ് താളിക്കാൻ. ഓക്കെ. ഇവിടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ പരിപ്പിൽ ഒഴിക്കാനായിട്ടുള്ള ടോപ്പിംഗ്സ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ആദ്യം കടുക്. ഇങ്ങനെയൊക്കെ കണ്ണം തിരിഞ്ഞ വർത്താനം പറയല്ലേ തനിബ്രോ. കടുക് ഇടുക. പൊട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കടു പൊട്ടും. ഓക്കെ നീങ്ങിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോ അത് ആദ്യമായിട്ടാണ് കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയും അതിന്റെ കൂട്ടത്തിൽ കടുക് പൊട്ടാൻ വിസമ്മതിച്ച് നിൽക്കുകയാണ്. ചെറിയ ഉള്ളി കടുക് പൊട്ടാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നതിന് മുന്നേ ഉള്ളി ഇട്ടു, ചെറിയുള്ളി ഇട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. കടുക് വറ. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് വറ്റൽ മുളക് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എത്ര വറ്റൽ മുളക് വേണമെന്നോ? അവിടെ കിടക്കട്ടെ. അവിടെ കിടക്കട്ടെ.
വറ്റൽമുളക് എത്ര വേണമെന്ന് ചോദിച്ചപ്പോ അവിടെ കിടക്കണം. 3 ഓക്കെ, എന്നിട്ട് ഒന്ന് ഇതായി സോട്ടേ ആയി വരട്ടെ ഗൈസ്. ഇതിലേക്ക് ഇവിടെ ചിക്കൻ ഫ്രൈ ഗുളുന്ന് പറഞ്ഞിട്ട് പൊരിയുന്നു. പരിപ്പ് കറി ഈ താളിക്കലിനെയും കാത്ത് അവിടെ കിടക്കുന്നു. നമ്മൾ ഇത് താളിച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. വർഷം ഇത് ഇളക്കുന്നു. ഇത്തിരി മുളക് പൊടിയേ. അപ്പൊ മുളക് പൊടിയും കുറച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് ഗൈസ്. അപ്പൊ ഇങ്ങനെ ഒരു കളർ വരും. എന്നിട്ട് ഇതിന്റെ അകത്തോട്ട് ഇനി എന്താ കറിവേപ്പില. പക്ഷേ ആ കറിവേപ്പില ചാമ്പിക്കൊടു. പറഞ്ഞല്ലേ അതെ, പൊള്ളിക്കല്ലേ. അയ്യോ അത് പറ്റുന്ന അവള് കൊച്ചല്ലേ ഓക്കെ. അപ്പൊ പരിപ്പ് ഒന്നുമില്ല, CCTV ക്യാമറ തന്നെ അത് ഗൈസ്. ഇതും കൂടെ വറുത്ത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും തനി തിരുവനന്തപുരം സ്റ്റൈൽ പരിപ്പ് കറി തയ്യാർ. ഇത്തിരി ടേസ്റ്റ് ചെയ്ത് കൊടുക്കണം. മീൻ കറിയല്ലേ പരിപ്പ് കറി? നോക്കോളെ ടേസ്റ്റ്. അവസരം വർഷയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. വർഷക്കല്ല അടിപൊളി സെറ്റ് സാധനം. ഞാൻ വീട്ടിൽ കഴിക്കണ അതേ പരിപ്പ് ഗൈസ്. ഉച്ചയ്ക്ക് അമ്മ ഊണ് വെച്ച് തരുന്ന അതേ പരിപ്പ്. നീ ഉമ്മാനടുത്ത് പോയി നിന്നാ നീ രക്ഷപ്പെടുപടി. ഓക്കെ, പരിപ്പ് സെറ്റ്, ചിക്കൻ ഫ്രൈ ഓൾമോസ്റ്റ് സെറ്റ്. അടുത്തത് ഇനി ഉറട്ടിക്ക് വേണ്ടി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ഒരു ഉണ്ട ഉണ്ടാക്കുക. എന്നിട്ട് ഉണ്ട ഉണ്ടാക്കിയിട്ട് അതിനെ നേരത്തെ നമ്മൾ മറ്റേ ഇത് വെച്ചിരുന്ന തുണി വിരിച്ചിരുന്ന ഉറട്ടി പലകയിൽ വെച്ചിട്ട് അതിനെ പിച്കൂ എന്നും പറഞ്ഞിട്ട് പരത്തി കൊടുക്കുക. അതെ, ഈ മോഷൻ നിങ്ങൾ കണ്ടോ ഗൈസ്? ഈ ഹാൻഡ് മൂവ്മെന്റ് ആണ് നിങ്ങൾ സ്വായത്തമാക്കേണ്ടത്. അതെ, കൺട്രാക്ട് വിടുന്നതിന് വല്ല ഓസ്കാർ അവാർഡും ഉണ്ടായിരുന്നെങ്കിൽ സാനിബ്രോക്കറിനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തരാ. ഉമ്മ ഇവിടെ കിടന്നു. രണ്ടുപേരുടെ കഷ്ടപ്പെട്ട് പണിയെടുക്കപ്പെടും. ഞാൻ ഉമ്മ കൺട്രാക്ട് വിട്ടിട്ടില്ല. ഞാൻ ഉമ്മ കൺട്രാക്ട് വിട്ടിട്ടില്ല ഗൈസ്. ഞാൻ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുകയല്ലേ ഗൈസ്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഇത് ഹെവിയേ. ഗുരുവിന്റെ ഗുരുവാണെന്ന് കുറച്ചുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. നീ ഈ തുണി ഇങ്ങനെ ഇതിനെടുക്കും. എന്നിട്ട് അതിന്റെ അത് എന്തെങ്കിലും തേച്ചിട്ടുണ്ടോ അമ്മ? ഒന്നുമില്ല. നോൺ സ്റ്റിക് ഫ്രൈയിങ് പാൻ. നോൺ സ്റ്റിക് അല്ല, ഇരുമ്പ് ചട്ടി. ഏതിലായാലും കുഴപ്പമില്ല. ഏതിലായാലും കുഴപ്പമില്ല. ഈ സംഭവം അത് ഇനി നല്ലോണം നോൺ സ്റ്റിക് അല്ല ഗൈസ്. കാരണം കണ്ടോ ഇത് സ്റ്റിക്ക് ആയിരിക്കുകയാണ്. അതെ, ഇത് ഏത് പാകത്തിനാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ? ഇത് നല്ല മുരിഞ്ഞു വരും. നല്ല മുരിഞ്ഞു മുരിഞ്ഞു വരും രണ്ട് സൈഡുവേ. നമുക്ക് ക്രിസ്പി പപ്പടം. പക്ഷെ എനിക്ക് തോന്നുന്നത് സനുഭവം ഇത് കൂടുതലായിട്ടും ഈ പത്തിരി നമ്മുടെ ഉറട്ടി കഴിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലോട്ടാണ് കൂടുതൽ ആൾക്കാർ ഉറട്ടി കഴിക്കുന്നത്. ഞാൻ പണ്ട് വീട്ടിൽ അമ്മ ഉറട്ടി വെച്ചത് തിന്ന് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇത് എന്താ സംഭവം കുറെ പേര് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. ട്രിവാൻഡ്രം സ്റ്റൈലാണ് ഈ ഉറട്ടി. വേറെ പേരായിരിക്കും ചിലപ്പോ ഇതിന്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ട്രിവാൻഡ്രത്തെ ഉറട്ടി തന്നെയാണ്. വേറെ ആരും ഞാൻ ഉറട്ടി അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം പുതിയ റെസിപ്പി നിങ്ങൾക്ക് കിട്ടി. തേങ്ങ ഇനി ഇടണോ? കൂടെ തേങ്ങ തേങ്ങ അല്ല, ഇവിടെ തേങ്ങ പരിപ്പ് കഴിഞ്ഞിട്ട് തേങ്ങ ഉണ്ടായിരുന്നല്ലോ. ബാക്കി തേങ്ങ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ നല്ലായിരിക്കും. അതിന്റെ എത്രത്തോളം പൊരിയണോന്നുള്ളത് അത് പൊരിഞ്ഞു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു. ഇത്രയും പൊരിയ കുറച്ചുകൂടെ പൊരിയണ്ടോ? ഇല്ല, നമുക്ക് രണ്ടാമത് പിന്നെ മറിച്ചിടാല്ല. ഇത് കംപ്ലീറ്റ് കൺസിസ്റ്റൻസി ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ ചിക്കൻ ഫ്രൈ പൊരിഞ്ഞു വരുമ്പോൾ അതിന്റെ കളർ കണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ? അയ്യോ, എന്റെ ഇവിടെ നിൽക്കണ എന്റെ വായിൽ വെള്ളം ഓർമ്മ ആയില്ലേ? ഈ ഒരു ലെവലിൽ പൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കോരാം. പൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ കോരി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഞാൻ ഇന്ന് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യണം, എനിക്ക് പൊരി വരണം. അപ്പൊ ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും പൊരിവരായിരിക്കുമോ? അതാണ്. അപ്പൊ ചിക്കൻ ഫ്രൈ ഇത്രയും കൂടെ ആയി കഴിഞ്ഞാൽ കാറിലുണ്ട് എനിക്ക് അത് തരാം. ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് കാല്, കൈ, കോഴിയുടെ മൂലം എന്തൊക്കെ വേണം നിങ്ങൾക്ക്? അയ്യോ,
നീ സോപ്പ് ഇടുന്നോടി. ശരി എന്തോ പാട്ടൊന്നും അത് അവന് ഉടനെ നൈസായിട്ട്. വേറെന്താ നമുക്കതൊന്നും വേണ്ട. ഈ ഒരു ഇത് വരുമ്പോഴത്തേക്കും സ്വാദിഷ്ടമായ ഉറട്ടി തയ്യാർ. ഉമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കോട്ടാ. ഓ പിന്നെ നല്ല ചൂടായി കേട്ടോ. വായും തുറന്നിരിക്കും. ഓ പൊളി 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 പൊളി. അവളെ സംസാരശേഷി പോയി. നമ്മള് കൺട്രാക്ട് വിടണമെന്ന് തന്നെ ഒരു തിളച്ച ഉറക്കെടുത്ത് വായി വെച്ചിട്ട് നല്ല തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ആയി. ഓ ഗൈസ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. വീട്ടിൽ തിന്നൂലേ നീ ഇത്? സെറ്റ് അല്ലേ സന ബ്രോ? ഫുഡ് ഡാഡി അപ്രൂവ്ഡ്. കുറച്ച് ഉപ്പാണ്. എന്തിനീ എത്ര അത് ഉപ്പിട്ട ബാക്കി കറികളിൽ ഉപ്പുണ്ട്. ഉപ്പുണ്ട് ഉപ്പുണ്ട്. ഇതിവിടെ വെച്ചിട്ട് താത്തിയ ഇങ്ങനെ 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 മാവ് എടുത്തത് പറഞ്ഞു കുറഞ്ഞു അല്ലേ? തട്ട് ദോശ ഉണ്ടാക്കി. എന്റെ ഉറട്ടി കുഞ്ഞുറട്ടി ഇന്നും ഞാൻ പറയൂല, കുറച്ചുകൂടെ മാവ് വെച്ച് കൊടുക്കാം. വെച്ചൂടല്ലേ? ഓക്കെ ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഉറട്ടിയല്ലേ കേസ്, കുറച്ച് ചെറുതായിട്ടിരിക്കട്ടെ. അതെ ഇതിങ്ങനെ നമ്മള് പരത്തി പരത്തി അല്ല അത് പാച്ച് വർക്ക്. ഇത് ഞങ്ങളുടെ കോർപ്പറേഷനിലെ റോഡ് കണക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗട്ടറുകളൊക്കെ ഇതിന്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട് കേസ്. ഓക്കെ കയ്യിലെല്ലാം കൂടെ ഇരിക്കും എടുത്ത പോലെ തന്നെ മാറിയിരിക്കാം. ഓ മൈ ഗോഡ് മിറാക്കിൾ. കൈയെടുത്ത് അതിനകത്ത് വെച്ചു. ഇനി കൈയെടുത്തില്ല തട്ടി കൊടുക്കുന്ന കേസ്. ഇട്ടോ. ഓക്കെ സെറ്റ്. അടുത്തതായി എന്റെ സഹധർമ്മിണി പുരട്ടുന്ന പരത്തുന്ന ഉറട്ടി, പുരട്ടുന്ന വറട്ടി. കയ്യ വെള്ളത്തിൽ തടവുന്നുണ്ട്. വെള്ളം വെച്ചിരുന്നു അത് നല്ല വെള്ളം തരാം. ഇതെന്തായിട്ട് ഒരുമാതിരി ബെർമുഡയുടെ ഒക്കെ ഷേപ്പ് കണക്കിനിരിക്കണത്. ലാസ്റ്റ് നോക്കി ഞാൻ നോയോ. യെസ് സുഹൃത്തുക്കളെ, എന്റെ സഹധർമ്മിണി ഉറട്ടി പരത്തുകയാണ്. വേറെ ലെവലിൽ പോകും. പക്ഷേ ഇത് എടി അത് പൊരിഞ്ഞു നോക്കാത്ത തിരിച്ചിട്ട് കൊടുത്ത് എന്റെ ഉറട്ടിയാണത്. മതി 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 മതി. ഞാൻ കഴിക്കും കഴിക്കും. കഴിക്കണേ, ഞാൻ ഉണ്ടാക്കി തന്നതല്ലേ. ഉമ്മ കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ അമ്മോ, എന്റെ കാല് പോയാടാ. ഇല്ല ഇല്ല എന്റെ കാല് വീണില്ല, കാല് വീണില്ല. നീ അത് പരത്തി തീർക്കണം. ഇതാണ് എടുക്കാനുള്ളത്. അവളത് പരത്തുമ്പോ ഞാൻ തറ തുടച്ചിട്ട് വരാം. പക്ഷെ എന്തുവാ ഇത്, അതിന്റെ നടുക്ക് വലിയൊരു പൊത്തല്. പൊത്ത കവർ ചെയ്യണം. നീ കവർ കവർ ചെയ്തോ. എന്തായാലും അവക്ക് നല്ലതായിട്ട് കുക്കിംഗ് ഒക്കെ അറിയാം സാധനം. അതെ ഒരു ഉറട്ടി വരുത്താൻ പറഞ്ഞപ്പോ അവള് ഒരു തൊട്ടി വെള്ളം കമത്തി ഒരു ഉറട്ടിയുടെ നടുക്ക് വലിയൊരു പൊത്തലും ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാരും പഠിക്കണം. സാധാരണ 2 തൊട്ടി വെള്ളം കമത്താറുണ്ടെന്ന് ഇന്ന് ഒന്നേ വീഴ്ത്താൻ പറ്റുള്ളൂ. മതിയാ? കറക്റ്റ് ആയില്ലേ? ഇങ്ങനെ എടുത്തിട്ടില്ലേ? ചിങ്കിളി പൂപ്പി. അത് തന്നെ ഇട്ടോ. ഓ എന്തായാലും അവസാനം അത് വന്നപ്പോഴത്തേക്കും കാണാൻ ഒരു മെനയൊക്കെ ഉണ്ട്. എന്റെ കാലി വീണ തൊട്ടി ആര് ജഡ്ജി? അത് ശരി. ഓക്കെ ഇവിടത്തെ പരിപാടികളൊക്കെ ഒന്ന് വൈൻഡപ്പ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റിംഗിലേക്ക് കിടക്കാം. ഗൈസ് എന്റെ റിവ്യൂവേഴ്സ് ഇരുന്നിരിക്കുകയാണ്. അടുത്തതായി ഒറട്ടി സർ, ഒരു ഒറട്ടി ഫോർ സർ, ഒരു ഒറട്ടി ഫോർ മാഡം. പരിപ്പ് വെച്ച് തരണ്ടേ? ഒറട്ടി മാത്രം ടേസ്റ്റ് ചെയ്യും. ഓക്കെ കൊള്ളാം. ഒറട്ടിയിലൂടെ കറി വരുമ്പോഴാണ് സത്യം പറഞ്ഞ എന്റെ സ്പെഷ്യൽ. ആദ്യം നോർമൽ പരിപ്പ് തന്നെ. എന്നിട്ട് പരിപ്പ് വിത്ത് ഒറട്ടി എങ്ങനെ ഉണ്ടെന്ന് പറയണം. ചൂട്, നല്ല ചൂട്. നമ്മൾ നല്ല സിങ്ക് ആയി. കൊള്ളാം, ഇഷ്ടപ്പെട്ടാ? ഓക്കെ അങ്ങനെയാണെങ്കിൽ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ടാണ് നല്ല കറക്റ്റ് ആയിട്ട് ഉപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരുന്നു. സെറ്റ് അടിപൊളി. സ്റ്റാർ ഓഫ് ദ ഷോ ഈസ് ഗോയിങ് ടു കം ഗൈസ്. അതിപ്പോ വേണ്ട, നമുക്ക് പൊറോട്ട കഴിക്കാനുള്ളത്. ഇതെല്ലാം പൊറോട്ടയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും പിന്നെ സനിബ്രോ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വേറൊരു സാധനത്തിന്റെ റിവലേഷനും സനിബ്രോയുടെ ചാനൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അങ്ങോട്ട് പോയി ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കാണുക. സനിബ്രോ ഏത് പീസ് വേണം സനിബ്രോയ്ക്ക്? എനിക്ക് ചെറിയ പീസ് ഇപ്പൊ തൽക്കാലം അവ കൂടെ ഒരു കഷ്ണം വെച്ച് കൊടുക്കും പ്ലീസ്. ഇതിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഓ നിനക്ക് തൈസ് ഒക്കെയാണ് ഇഷ്ടം.
ഇത് ഉമ്മ നമ്മൾ വെച്ചതിന്റെ അല്ല ഉമ്മ വെച്ചതിന്റെ നല്ല മസാലയൊക്കെ നല്ല അകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ജ്യൂസ് ഇട്ട് നീ ഫുഡ് ബ്ലോഗുകൾ കാണാറുണ്ടല്ലേടാ? നല്ല ചൂട് കേട്ടാ. ഓഫ്. അയ്യോ സവാള വേണ്ടായിരുന്നു. സവാള അരിഞ്ഞോണ്ട് വരാം ഇപ്പൊ. കൊള്ളാവോ? സെറ്റാണ്. നൈസ്. പക്ഷെ ഇത് ഒറട്ടിയിലൂടെ സവാള തന്നെ, ഇത് പൊറോട്ടയിലൂടെ സവാള തന്നെയുള്ള. പൊറോട്ടയുടെ അല്ല, ചിക്കൻ്റെ കൂടെ സവാള തന്നെ ഉണ്ടോ? പക്ഷെ അതും പൊറോട്ടയും ഉള്ളിയും ചിക്കനുമാണ് കോമ്പിനേഷൻ. പക്ഷെ ഈ ഒറട്ടിയും പരിപ്പ് കറി ചിക്കൻ അത് ഇത് കംപ്ലീറ്റ് ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ഒരു മീൽ അല്ലേ? സെറ്റാണ്. ഇതിന് ഞാനോട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന് വേണ്ടിയിട്ടാണ് വെറുതെ ഒരു റെസിപ്പി വീഡിയോ ഉണ്ടാക്കിയിട്ട് കണ്ടാ. ആ എല്ലും പോയി. നീ എന്തോ ചോദിച്ചല്ലോ എല്ലുള്ള പീസൊന്നും. അല്ല ഞാൻ ടേസ്റ്റ് അവിടെ ഒരു കോഴി ഉണ്ടായിരുന്നു ആ എല്ലില്, അത് പോയി വിത്തിൻ നോ ടൈം. എന്റെ കാർട്ടൂണിലൊക്കെ കാണണമല്ലോ. എല്ല് കറക്റ്റ് അവൻ അല്ലേ, രസമായിട്ട് അവൻ മറ്റേ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലിന്. ഇങ്ങനെയൊക്കെ അത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആ ഒരു പീസ് കിണ്ണ സാധനം ഗൈസ്. നമ്മുടെ കുക്കിംഗ് വ്ലോഗ് അങ്ങനെ ഒരു വമ്പിച്ച സക്സസ് ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ താഴ്മ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എന്താടാ എടി നമ്മള് കുക്കിംഗ് ഇടുമ്പോ സീരിയസ് ആണ് കുക്കിങ്ങിന്റെ കാര്യത്തില്. അമ്മയായിട്ടൊന്ന് ഒരപ്പുണ്ടാക്കി ഒരുപാട് പേര് ട്രൈ ചെയ്ത്. പിന്നെ ഒരുപാട് പേര് എന്നെ ചോദിച്ചു, ഇതെന്തായാലും ട്രൈ ചെയ്യണം. എന്റെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇതിന്റെ റെസിപ്പി അന്നേ. അപ്പൊ അന്ന് ഞാൻ പറയുകയും ചെയ്തു നിന്റെ ചാനലിൽ വരും. അതെ, റിവീൽ ചെയ്തിരിക്കുകയാണ്. ഉമ്മയുടെ സ്പെഷ്യൽ താങ്ക്സ് പറയട്ടെ. ഉമ്മ ചിക്കൻ കിടിലം, ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ താങ്ക് യു സോ മച്ച് ഉമ്മ. എനിക്ക് ചിക്കൻ ഫ്രൈഡ് ഓർഡർ ഡൺ ഡൺ. എങ്ങനെ ഓർഡർ കൊടുക്കുമെന്നുള്ളത് അത് അവര് വരുന്ന നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവേ. ഓക്കെ, സെറ്റ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ചിക്കൻ ഫ്രൈ തിന്നാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കാം ഗൈസ്. ഉമ്മ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, ഒറട്ടി, പാലാടേക്കോട് ഗൈസ് ഓരോ സാധനങ്ങളായിട്ട് വരണതേ ഉള്ളൂ. അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സൈനോ ടാറ്റ കൊടുക്കൂ. ടാറ്റ. Bye bye guys. Tomorrow we will continue.